എക്സ്ട്രാ സ്മോൾ മുതൽ 5XL വരെയുള്ളതാണ് ഇപ്പൊ പറയുന്നത്. FL ഫുൾ ലെങ്ത്, SH ഷോൾഡർ, AR ആം റൗണ്ട്, CHR ചെസ്റ്റ് റൗണ്ട്, WR വേസ്റ്റ് റൗണ്ട്, WL വേസ്റ്റ് ലെങ്ത്, HR ഹിപ്പ് റൗണ്ട്, HL ഹിപ്പ് ലെങ്ത്, FNL ഫ്രണ്ട് നെക്ക് ലെങ്ത്, BNL ബാക്ക് നെക്ക് ലെങ്ത്. ഇത്ര കാര്യങ്ങളാണുള്ളത്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് FL ഉദ്ദേശിക്കുന്നത് ഫുൾ ലെങ്ത് ആണ്. ഷോൾഡർ മുതൽ നിങ്ങൾ എന്തോരാണ് എടുക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരെയുള്ളതാണ് ഫുൾ ലെങ്ത്. മുട്ട് വരെയാണെങ്കിൽ മുട്ട് വരെ, അല്ലെങ്കിൽ താഴെ വരെയാണ് താഴെ. എന്തോരാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ അതാണ് ഫുൾ ലെങ്ത് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും കുട്ടീനെ നേരെ സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ എളുപ്പത്തിലാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കിടത്തി കാണിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ഫുൾ ലെങ്ത് എന്താണ്? ഷോൾഡർ മുതൽ നിങ്ങൾ എന്തോരാണ് എടുക്കാൻ വിചാരിക്കണേന്ന് ചോദിച്ചാൽ അത്രയും വരെയുള്ളതാണ് ഫുൾ ലെങ്ത്. SH എന്ന് പറഞ്ഞ ഷോൾഡർ ആണ്. കുട്ടീനെ ബാക്കിലേക്ക് ഇങ്ങനെ നിവർത്തി നിർത്തിയിട്ട് ഇവിടെ രണ്ട് ഭാഗത്ത് നമുക്കൊരു എല്ലുണ്ട്. ക്ഷീണിച്ചവർക്കാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തൊട്ട് നോക്കി അറിയുള്ളൂ. ഇല്ലെങ്കിൽ സ്ഥിരം നമ്മൾ ആളെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അവിടുന്ന് മുതൽ ബാക്കിൽ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ഷോൾഡറിന്റെ അളവ് എടുക്കുന്നത്. എപ്പോഴും ബാക്കിൽ നിന്ന് വേണം ഷോൾഡറിന്റെ അളവ് എടുക്കാനായിട്ട്. ആം റൗണ്ട്, AR ഉദ്ദേശിക്കുന്നത് ആം റൗണ്ട് ആണ്. ആദ്യം കൈ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് പിടിക്കുക. പൊന്തിച്ച് പിടിച്ചിട്ട് നമ്മൾ ടേപ്പ് ഇങ്ങനെ കടത്തുക. അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ താഴ്ത്തി വെക്കുക. താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഒരു ഫിംഗർ ഗ്യാപ്പ് ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് ആം റൗണ്ട് എത്രയാണ് വരണേന്ന് നോക്കാം. അതാണ് ആം റൗണ്ട്. ഷോൾഡറിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് വേണം, ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ട് വേണം നമുക്ക് ആം റൗണ്ട് നോക്കാൻ. അതാണ് AR. ചെസ്റ്റ് റൗണ്ട്, ചെസ്റ്റ് റൗണ്ട് ഇതേപോലെ തന്നെ ആദ്യം കൈ രണ്ടിങ്ങനെ പൊന്തിച്ച് പിടിക്കുക. പൊന്തിച്ച് പിടിച്ച് ചെസ്റ്റിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൈ ജസ്റ്റ് ഒന്ന് താഴ്ത്താം. ഇങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ പിടിച്ച് നോക്കുന്നതാണ് ചെസ്റ്റ് റൗണ്ട്. അതും ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്ത് വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് ഇതേപോലെ തന്നെ വേസ്റ്റിന്റെ അവിടെ ഇതേപോലെ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ട് വേസ്റ്റ് റൗണ്ട് നോക്കാം. വേസ്റ്റ് ലെങ്ത് ഉദ്ദേശിക്കുന്നത് ഷോൾഡർ മുതൽ നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്തോരാണ് എടുക്കണേ, ഇവിടത്തോളം വരെ, ഇവിടെ ഈ ഒരു അളവിലാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുക്കണേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ മുതൽ നമ്മൾ ഇവിടത്തോളം വെച്ചാണ് വേസ്റ്റ് റൗണ്ട് എടുത്തതെന്ന് ചോദിച്ചാൽ അവിടത്തോളം വരെയുള്ള ലെങ്ത് ആണ് വേസ്റ്റ് ലെങ്ത്. അടുത്തത് ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ട് ഇതേപോലെ തന്നെ കുട്ടീനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിട്ട് എന്നിട്ട് ഇതേപോലെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഹിപ്പ് റൗണ്ട് കാണാം. അതുപോലെ ഹിപ്പ് ലെങ്ത് ഇതേപോലെ തന്നെ ഷോൾഡർ മുതൽ നമ്മൾ ഹിപ്പ് റൗണ്ട് എവിടത്തോളം വരെയാണ്, എവിടെ വെച്ചാണ് ഹിപ്പ് റൗണ്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തോളം വരെയുള്ള അളവാണ് ഹിപ്പ് ലെങ്ത്. ഫ്രണ്ട് നെക്ക് ലെങ്ത്, അതായത് ഷോൾഡർ മുതൽ നമ്മൾക്ക് എന്തോരം ഫ്രണ്ടിലേക്ക് നെക്കിന് ലെങ്ത് വേണം എന്നുള്ളതാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്. ബാക്ക് നെക്ക് ലെങ്ത് ഇതേപോലെ ഷോൾഡർ മുതൽ ബാക്കിലേക്ക് എന്തോരം ലെങ്ത് വേണം എന്നുള്ളതാണ് ബാക്ക് നെക്ക് ലെങ്ത്. ഇത്രയും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അടുത്തതാണ് ഹാഫ് സ്ലീവ് ലെങ്ത്. അതായത് ഈ ഷോൾഡറിന്റെ ഇവിടുന്ന് മുതൽ നമുക്ക് എന്തോരം ലെങ്ത് വേണം, അതായത് മുട്ടിന് മുകളിലായിട്ട് ഏകദേശം ഒരു പകുതി, നമ്മുടെ ഷോൾഡർ മുതൽ മുട്ട് വരെയുള്ളതിന്റെ ഏകദേശം ഒരു പകുതി എന്ന രീതിയിലാണ് നമ്മൾ ഹാഫ് സ്ലീവ് ലെങ്ത് എടുക്കുന്നത്. അത് മസിൽ സ്ലീവ് ലെങ്ത് ആണ് എഴുതിയേക്കണം, MSL ഹാഫ് സ്ലീവ് ലെങ്ത്. അവിടുത്തെ വേണം നമ്മൾ സ്ലീവ് റൗണ്ട് എടുക്കാനായിട്ട്. അതാണ് നമ്മൾ അതൊരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ഹാഫ് സ്ലീവ് ലെങ്ത് എടുക്കണം. അടുത്ത എൽബോ സ്ലീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഷോൾഡർ